ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം വാസ്തവമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുപാടി നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവനാമത്തിന് കൊടുക്കുവാനുള്ള സമയമാണ്. അപ്പോൾ തന്നെ നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും വേണ്ടി നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു. പലരെയും ദൈവസൗഖ്യത്തോടും ബലത്തോടും ഒക്കെ നടത്തി. ഇന്ന് പകൽ നമ്മുടെ നിബുഷാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പനിയാൽ വളരെ ഭാരപ്പെടുന്നു. പ്രിയപ്പെട്ടവനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെ ക്ലൈമറ്റിനുണ്ടായ ചേഞ്ചസൊക്കെ പലർക്കും പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഇന്ന് പകൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും വേഗത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. सबसे ऊंचा है यीशु मेरा नाम, सबसे ऊंचा है यीशु मेरा नाम, सबसे ऊंचा है नाम मेरे स्तुति यीशु नाम
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ അളവറ്റ സാന്നിധ്യം വെളിപ്പെടുവാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഫ്രാൻസിസ് കം ഫോർവേഡ് ആൻഡ് പ്ലീസ് പ്രേ. स्वर्गीय पिता, हम आपको धन्यवाद करते हैं प्रभु जी समय के लिए। प्रभु धन्यवाद पिता, जितने लोगों ने अपने हाथ को बढ़ाया, अपनी कमाई में से, अपनी घटी में से, बढ़ती में से दिया है पिता। प्रार्थना करते हैं प्रभु ये 100 गुना नहीं 1000 गुना आशीष लेकर आए प्रभु जी। प्रभु हर एक घटी कभी यीशु मसीह के नाम से दूर हो जाए पिता। धन्यवाद करते हैं पिता। प्रार्थना करते हैं प्रभु जी, जो हम अब आपके वचन को सुनने के लिए जाते हैं प्रभु, आपके दास के द्वारा प्रभु आज जो भी आप हमसे बात करना चाहते हैं प्रभु, हम सुनने के लिए, सुधरने के लिए, कटने के लिए, छटने के लिए तैयार हैं मेरे परमेश्वर। आपका अनुग्रह प्रभु हम पे बढ़ता जाए। धन्यवाद प्रार्थना सुनने के लिए यीशु मसीह के नाम से मांगते हैं। എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ തന്നെ ദീർഘനാളുകൾക്ക് ശേഷം കടന്നു വന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ ആമേൻ ദൈവവചനത്തിന് ശുശ്രൂഷിക്കും. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓർപ്പിക്കുകയാണ്. ജൂലൈ മാസം ശ്രദ്ധിച്ച് കേൾക്കുക. ജൂലൈ മാസം 10-ാം തീയതി, 11-ാം തീയതി, 12-ാം തീയതി 3 ദിവസം ഇവിടെ വെച്ച് മലൈക്കിൻ്റെ കോൺഫറൻസ് നടക്കുന്നുണ്ട്. കഴിയുന്ന എല്ലാവരും ആ കോൺഫറൻസിൽ പങ്കെടുക്കുക. ദൈവം സഹായിക്കട്ടെ. അതുപോലെ ഓഗസ്റ്റ് മാസം 15, 16 തീയതികളിൽ ഇവിടെ വെച്ച് യൂത്ത് മീറ്റിംഗ് നടക്കുന്നു. ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ സാമച്ചൻ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് ദൈവജനത്തിൽ ശുശ്രൂഷിക്കും. കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യാം. ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷിച്ചിരിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല മെസ്സേജ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആരൻ ഹിഡനിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ റൂബി ആൻഡ് 2 അനുഗ്രഹീത കുഞ്ഞുങ്ങൾ എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു കോൺഫറൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്തത്. അങ്ങനെ ഇന്ന് ഈ കോൺഫറൻസിൽ നമ്മളോടൊപ്പമായിരിക്കാൻ സഹായിച്ചു. താങ്ക് യു വെരി മച്ച്. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മെസ്സേജ് വളരെ നല്ലതായിരുന്നു. इन दिनों की कॉन्फ्रेंस बहुत ही മുതൽ ആ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രമോഷണൽ मीटिंगुകൾ നടത്തുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. अगस्त महीना का जो मीटिंग है यहाँ के जवान लोगों के द्वारा आयोजित किया जाएगा. आप लोग तैयार करें इसके लिए. ആ മീറ്റിംഗിൽ ഫാദർ ബെർഗമാൻസ്, മോഹൻ സി ലാസറസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില അപ്പോസ്തലന്മാർ എല്ലാവരും ആ കോൺഫറൻസിൽ വരും. फादर बर्गमन्स, पास्टर मोहन सी लाजरस और इंडिया के कई सारे जो अपोस्टल्स की सेवकाई करने वाले लोग यहाँ पर रहेंगे. ഇന്ന് മുതൽ നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ സഭായോഗവും ലൈവ് പ്രോഗ്രാം ഉണ്ടെന്നുള്ള കാര്യം ആരും മറക്കരുത്.
അനേക രാജ്യങ്ങളിൽ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. आज से हमारे यहाँ की आराधना लाइव है. कई देश से लोग इस आराधना में. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം ഈ ലിങ്ക് ഇട്ട് കൊടുക്കണം. अगले रविवार से जिनको भी आप जानते हैं उनको आप लिंक शेयर करना. ഇവിടെ വന്നവരെല്ലാം ഈ ലിങ്ക് ഷെയർ ചെയ്യണം, മറക്കരുത്. और जितने लोग यहाँ पर आए हैं आप सब लोग इस लिंक को शेयर करें. ആമേൻ. ഇന്ന് കുഞ്ഞുങ്ങളുടെ വാർഷികമുണ്ട്. ഒരു ഷോർട്ട് മെസ്സേജ് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. और बच्चों के लिए एक एनिवर्सरी है. एक छोटा सा संदेश बोलकर मैं बैठना चाहता हूँ. ആമേൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ശരീരത്തിൽ 65 വയസ്സിനിടയ്ക്ക് അനുഭവിക്കാവുന്നതിൽ വെച്ച് വലിയ വേദന അനുഭവിക്കേണ്ടി വന്നു. और पिछले दिन में मेरे शरीर में मैंने काफी दर्द को महसूस किया. എന്നാൽ ഓരോ വേദന വന്നപ്പോഴും കർത്താവ് എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. जब भी मेरे जीवन में ऐसी परिस्थिति आया प्रभु ने मुझे कुछ सिखाया. ഒന്ന്, എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. और प्रभु खुद मुझे बदलते रहा. രണ്ട്, ഇതുപോലെ വേദനപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കണം എന്നൊരു ആത്മഭാരം കൂടെ തന്നു. प्रभु मुझे एक बोझ दिया ताकि मैं ऐसे दर्दनाक लोगों के लिए और भी प्रार्थना करूं. നമ്മുടെ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബ്ലെസ്സിംഗ് ആക്കി ദൈവം മാറ്റും. हमारा परमेश्वर हमारा कष्टों को आशीष में बदलने वाला है. ഇന്ന് എൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വിട്ടുമാറാത്ത വേദന ഇന്ന് രാവിലെ 8:50 വരെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നു. 8:50 तक मेरे पाँव में कमर की साइड में काफी दर्द मैंने सह रहा था. എന്നാൽ സ്നാനം കഴിഞ്ഞ് കയറിയതിന് ശേഷം ആ വേദന എനിക്കിപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ लेकिन बपतिस्मा के बाद जैसे हम पानी से बाहर आया वो दर्द मेरे शरीर में नहीं है आज. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഈ വേദന കുറെ നാളത്തേക്ക് കാണും എന്നാ പറഞ്ഞു വിട്ടത്. और डॉक्टर लोगों ने मुझे कहा था ये दर्द आपकी शरीर में कुछ ज्यादा समय के लिए रहेंगे. അത് എൻ്റെ ഈ വർമ്മഭാഗത്തേക്കുള്ള ഒരു ഞരമ്പ് സ്റ്റക്കായി പോയതായിരുന്നു. एक नस जो है बंद हो गया है इसलिए दर्द हुआ था. എന്നാൽ ഇന്ന് കാല് പൊക്കിയിട്ടും സ്റ്റെപ്പ് കയറിയിട്ടും ഒന്നും ആ വേദനയില്ല. पाँव ऊपर करने से सीढ़ी चढ़ने से आज मुझे कोई तकलीफ नहीं है. ദൈവം എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. God is going to do his ministry through my life again and again. ഇന്ന് നാം ഇവിടെ കേട്ടുകൊണ്ടിരുന്ന റീമ എന്നുള്ള വേടാണ്. रेमा का वचन आज हमें यहाँ पर ആമേൻ. सुना. റേമ എന്ന് പറഞ്ഞാൽ ആമേൻ ഒന്നിനെ ജീവിപ്പിക്കുന്നതാണ്. रेमा का मतलब है जीवन दिलाने वाला അത് वचन. ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. परिवर्तन लाने वाला അത് वचन. മൂവ് ചെയ്യിക്കുന്നതാണ്. और that रेमा will move around. ഇന്ന് പകൽ നമ്മളെ ജീവിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന ദൈവവചനമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. जो वचन हम सुन रहा था वो हमें जीवन प्रदान करता है, हमें हिलाता है, चलाता है. ഇന്ന് പകൽ നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കുകയായി. God is increasing your faith today. ആമേൻ. ഒരു ചെറിയ തോതിലുള്ള ഫെയ്ത്ത് അല്ല, एक छोटा कार्य के लिए विश्वास ഒരു नहीं. വലിയ ഫെയ്ത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയായി. God is taking us to a greater level of faith. നിങ്ങളുടെ ലൈഫ് ഒരു എൻകൗണ്ടർ മേഖലയിലേക്ക് ദൈവം എത്തിക്കാൻ പോകുകയാണ്. God is taking your life to a encounter experience. ആമേൻ. വേൾഡ് അതിന്റെ എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേൾഡ് മുഴുവൻ സുവിശേഷം എത്തിക്കാൻ, ഈ വചനം എത്തിക്കാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ओ पूरा दुनिया एक बेदारी की ओर जाने के लिए, पकड़ने के लिए सुसमाचार से प्रभु आपको चुना है. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ലോഗോസിനേക്കാൾ അപ്പുറത്ത് വെളിപ്പെടുന്ന റേമ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. रेमा आपके जिंदगी में कार्य करने पाए लोगों से भी बढ़ करके. ഹല്ലേലൂയ. हालेलुया. Steps for spiritual success. और आत्मिक विजय के लिए आप कदम को आगे बढ़ाएं. ആത്മീക വിജയത്തിനുള്ള ചില പടികളെ കുറിച്ച് ഞാൻ പറയാൻ പോകുകയാണ്. आत्मिक विजय की ओर चढ़ने वाला सीढ़ियों के बारे में बताना നിങ്ങളുടെ चाहता हूं. ജീവിതത്തിൽ ആത്മീക പടികൾ ഉയർന്നുകൊണ്ടിരിക്കണം, താഴോട്ട് പോയിക്കൊണ്ടിരിക്കരുത്. आत्मिक सीढ़ियां आगे की ओर बढ़ते जाना है, नीचे की ओर नहीं होना. അവൻ നിങ്ങൾക്ക് ആത്മീകത്തിൽ വർദ്ധിക്കണമെങ്കിൽ ഒരാൾ തലയിൽ കൈവെക്കുമ്പോഴല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വചനം
आपकी आत्मिक बढ़ोतरी कोई सिर में हाथ रखने से नहीं, ये वचन में है। ഈ വചനം നിങ്ങളുടെ ഉള്ളിലാകുമ്പോൾ ये वचन जब आपके अंदर में ഈ आएगा, വചനം നിങ്ങളെ ജീവിപ്പിക്കും. ये वचन आपको जीवन ഈ प्रदान करेगा। വചനം നിങ്ങളെ ശക്തീകരിക്കും. This word will strengthen you. ഈ വചനം ക്രിയേറ്റീവ് ആകും. This is a creative word. ഹല്ലേലൂയ. Hallelujah. അടുത്തിരിക്കുന്ന പറ റീമ. जो बगल में बैठे हाथ मिलाकर बोलिए रेमा റീമ. रेमा റീമ. रेमा। അവൻ ചലിപ്പിക്കുന്ന വചനം वो चलाने वाला वचन है। നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്ക് ആയിരിക്കുന്നതെല്ലാം ദൈവം ചലിപ്പിക്കാൻ जो പോകുകയാണ്. आपका जिंदगी में बंद पड़ा है, सबको परमेश्वर चला रहा है वचन से। छुड़ा वाला गड़ा बना शबाना। നിങ്ങളുടെ വാ തുറക്കുമ്പോൾ जैसे आप मुंह खोलेंगे, എവിടെയും ചലിക്കാത്തത് ചലിക്കും. जो अभी तक बंद पड़ा है चलने लगेगा। നിങ്ങളുടെ വായിക്കകത്ത് അധികാരമുണ്ട്. और आपके अंदर से वो चलेगा। നിങ്ങളുടെ വായിക്കകത്ത് ശക്തിയുണ്ട്. आपके बोली में शक्ति है। ഇത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എത്തിക്കുന്നു. और आप मृत्यु से जीवन की ओर आएंगे। ഓ ഇതൊരു ജീവൻ വെളിപ്പെടുത്തുന്നതാണ്. और आप जीवन की प्रकाशन रखने वाले हैं। പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഇത് ജീവനിലേക്ക് എത്തിക്കുന്നു. पाप की ओर श्राप से आप जीवन की ओर आ रहा है। ഹല്ലേലൂയ. ओ शाबा खटलासिया। ജീവനിൽ എത്തിക്കുന്ന വചനം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് റീമയായി മാറും. അത് ചലിക്കുവാൻ തുടങ്ങും. जीवन देने वाला वचन रेमा बनकर आपके अंदर में कार्य करेंगे। ഹല്ലേലൂയ. 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 ഇന്ന് എന്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ ഇവിടെ ഫിനാൻസ് മാത്രം സംസാരിച്ചു? क्यों प्रभु के दास यहाँ पर आर्थिक चीज के बारे में प्रचार किया? ആമേൻ. ഫിനാൻസിനകത്ത് അനേകർക്ക് ഡെലിവറൻസ് ആവശ്യമാണ്. There are many people who need deliverance in financial ഇന്ന് area. മനുഷ്യൻ വളരെ ഡ്രൈ ആകുന്ന, മനസ്സ് ഡൗൺ ആകുന്ന ഒരു ഏരിയയാണ് ഫിനാൻസ്. ഇന്ന് ഈ വചനം ഏറ്റെടുത്തവർക്ക് നിങ്ങളുടെ ഫിനാൻസ് റീമയായി വെളിപ്പെടുകയാണ്. आज इस वचन के द्वारा आपकी आर्थिक क्षेत्र में परमेश्वर अद्भुत कार्य करने जा रहे हैं, क्योंकि कई लोग इधर दब जाते हैं। ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന ഈ ഭൂമിയിൽ കറങ്ങി നിൽക്കത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കും. हमारा परमेश्वर स्वर्ग में जीवित है। आपकी प्रार्थना यहाँ सीमित नहीं रहेगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया। അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ ഫിനാൻസിൽ ദൈവം ഒരു ബ്രേക്ക് ത്രൂ തന്നിരിക്കുന്നു. നിന്റെ ഫിനാൻഷ്യൽ ഏരിയാസിൽ ദൈവം ഒരു ജയം തന്നിരിക്കുന്നു. जो बगल में बैठे हाथ मिलाकर बोली, आर्थिक क्षेत्र में प्रभु ने एक छुटकारा दे चुका है और आशीष दे दिया है। നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് പറ, जो बगल में बैठे उसको बोलिए, ഈ വചനം റീമയാണ്. ये वचन रेमा है। ഇത് നിങ്ങൾക്ക് വാതിലുകൾ തുറക്കും. It will open many doors for you। ഇത് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. वो बहुत कुछ करेंगे वो। ഓ ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിയും. प्रभु आपको एक बहुत बड़ी कार्य की ओर ले चलेंगे। ഹല്ലേലൂയ. हालेलुया। എന്തുകൊണ്ടാ ഇത് റീമയായത്? कितना कब ये रेमा हो गया? ഇത് കാൽവറി ക്രൂശിൽ ആമേൻ ചൊരിയപ്പെട്ട രക്തത്തിന്റെ ശക്തി വലുതാണ്. ആ പരിശുദ്ധാത്മാവിനാൽ എഴുതിയത് കൊണ്ട് ഈ വചനം ആമേൻ പ്രവർത്തിക്കാൻ, പരിവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. लहू जो सूली पर बहाया है उसी पवित्र आत्मा के आधारित लिखा हुआ वचन है, इसलिए कार्य करता है ये। ഇന്നലെ സൂം മീറ്റിംഗിൽ 5 മണിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ कल हम 5 बजे जूम मीटिंग में प्रचार कर ഒരു ബ്രദറിനോട് പറഞ്ഞു, നിന്റെ ഷോൾഡർ ഈ ഇടതു ഭാഗത്ത് നീ ഭയങ്കര വേദനയായിരിക്കുകയാണ്. और एक भाई से मैंने बोला, तुम्हारा शोल्डर में जो बाएं साइड में दर्द है। അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. वो बताया है हाँ काफी दर्द में है। മാറിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 80% മാറിയെന്ന്. उन्होंने बोला 80% जो है अभी ठीक हो गया है। എന്നാൽ ഇന്നലെ വൈകിട്ട് എനിക്കൊരു മെസ്സേജ് ഇച്ചു, ഇപ്പോൾ എത്ര തിരിച്ചിട്ടും കൈ പൊക്കിയിട്ടും എനിക്ക് വേദനയില്ല. कल शाम को उन्होंने मैसेज भेजा है, पूरा प्रभु ने चंगा किया है, मैं गर्दन इधर उधर घुमा सकता हूँ लेकिन दर्द नहीं है शरीर में। ആമേൻ. आमीन। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया।
ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ മാറ്റിമറിക്കുകയാണ്. प्रभु उनके जीवन का परिस्थिति को बदल देते हैं। ഇത് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു സമയം. ये प्रभु को खोजने वाली कलीसिया है। ഇത് ദൈവ മുഖത്തേക്ക് നോക്കാനുള്ള ഒരു കാലം. प्रभु की चेहरे की ओर देखने वाली समय है ये। ആമോസ് 5:4 പഠിക്കുമ്പോൾ आमोस 5 का 6 അവിടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, वहां पर परमेश्वर इस्राएलियों से നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. और तू जीवित रहने के लिए मेरा खोज करो। രണ്ട് നിലയിലുള്ള ജീവിതമുണ്ട്. दो तरह का जीवन है। ഒന്ന് ഈ ലോകത്തിലെ ജീവിതം, पहला है ये संसार की രണ്ട് നിത്യതയിലുള്ള ജീവിതം. दूसरा है अनंत काल का ഈ जीवन। രണ്ട് ജീവിതത്തിനും ദൈവമുഖം അന്വേഷിക്കണം. दोनों जीवन में प्रभु को हम खोजना है। ആര് എവിടെ ദൈവമുഖം അന്വേഷിച്ചിട്ടുണ്ടോ जहां पर लोग प्रभु को खोजेंगे അവർ പരാജയപ്പെട്ടിട്ടില്ല, वे कभी पराजित नहीं അവർ हुआ വിജയികളായി മാറി. और वो आगे बढ़ते गया है विजय में। ഇന്നലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം, 2 ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുക, നല്ല ഒരു ഡൈനിങ് ഹാള് വലുതായിട്ട് പണിയണമെന്ന്. और हमारा मीटिंग के बाद मेरे अंदर में एक इच्छा आया है, एक अच्छा डाइनिंग हॉल जो है हमें बनाना ഒരു है। സഹോദരൻ എൻ്റെ അടുത്ത് വന്നു, एक भाई मेरे पास आया പാസ്റ്ററുടെ മനസ്സിൽ ഡൈനിങ് ഹാള് പണിയാൻ ആഗ്രഹമുണ്ടോ? और पूछा है कि आपके अंदर में डाइनिंग हॉल बनाने की इच्छा है। ആമേൻ. ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്, वो मैंने बोला मेरे मन में एक प्लान है। പക്ഷെ അതെന്നാന്ന് എന്നോട് പറഞ്ഞിട്ടേ തുടങ്ങാവുന്നു. और वो बोला कब शुरू करना है, हमसे बोलकर शुरू करें। റീമ വെളിപ്പെട്ടാൽ अगर रेमा प्रकट होगा നിനക്ക് വേണ്ടി ചിലർ വാ തുറക്കും. आपके लिए कुछ लोग मुंह खोलेगा। ഹല്ലേലൂയ. നാളെ പോയി അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. कल जाकर एडमिशन लेना है बोला है। നമ്മുടെ വാ തുറന്നാൽ हमारे मुंह अगर खोलेंगे അഡ്മിഷൻ, एडमिशन होगा। നമ്മുടെ വാ തുറന്നാൽ हमारा मुंह खोलेंगे അത്ഭുതങ്ങൾ, चमत्कार होगा। നമ്മുടെ വാ തുറന്നാൽ हमारा मुंह खोलने से അവൻ ഓരോ കാര്യങ്ങളും ദൈവം ചെയ്തെടുക്കും. बहुत बड़ी बड़ी कार्य प्रभु करेंगे। ഹല്ലേലൂയ. हालेलुया। God is the life giver. परमेश्वर जीवन देने वाला है ദൈവമാണ് ജീവന്റെ ഉറവിടം. और परमेश्वर जीवन की सोता വേറെ ഒന്നിലും ജീവൻ കണ്ടെത്തുന്നില്ല. और कहीं हम जीवन नहीं पाएंगे। ഓ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. परमेश्वर आपके लिए चमत्कार करेंगे। നിങ്ങൾ ദൈവമുഖം അന്വേഷിക്കണം. आप प्रभु की चेहरा को खोजे। നമ്മളെല്ലാം മാനുഷിക മുഖത്ത് പോയിട്ടാ തിരിച്ചു ദൈവമുഖത്തേക്ക് हम വരുന്നത്. मनुष्य की ओर पहले जाते हैं, फिर बाद में प्रभु എന്നാൽ के पास आते हैं। ആരംഭത്തിൽ തന്നെ ദൈവമുഖം അന്വേഷിക്കാം. हम पहले से ही प्रभु की चेहरा को खोजे। നമ്മുടെ ഹൃദയം പലപ്പോഴും സൃഷ്ടാവിൽ നിന്നും മാറി മറ്റു പലതിലേക്കും പോകുന്നുണ്ട്. हमारा चेहरा अक्सर सृष्टिकर्ता से हटकर अन्य चीजों में जाता है। നമുക്ക് ജീവനെ തന്ന ദൈവത്തെ അറിവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. जीवन देने वाले परमेश्वर के बारे में हम जानना है करके वो चाहता है। ദൈവത്തോട് കൂടെ നടക്കാൻ, प्रभु के साथ चलने के लिए, ദൈവത്തോടുള്ള ഫെലോഷിപ്പ്, प्रभु के साथ संगति रखने के लिए ഇതെല്ലാം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. प्रभु हमसे चाहते ऐसा हो। ആമേൻ. ഫിയർ ഗോഡ് നോട്ട് മാൻ. മനുഷ്യരെ ഭയപ്പെടരുത്, നാം ദൈവത്തെ ഭയപ്പെടുക. हम मनुष्य को ना डरे, केवल परमेश्वर को डरे। ഇന്ന് പകൽ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതൽ തോറ്റുപോകത്തില്ല. ആ വ്യക്തി വിജയത്തിലെത്തും. परमेश्वर का मुंह खोजने वाला कभी पराजित नहीं होगा, वो जयवंत का जीवन जिएगा। ആമേൻ. സദൃശവാക്യം 19:23 പഠിക്കുമ്പോൾ और नीति वचन 19 का 23वीं आयत, യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, और यहोवा की भक्ति जीवन प्रदान അതുള്ളവൻ തൃപ്തനായി വസിക്കും. और वो जो है भय मानने वाला जो है संतुष्टि में रहे। ദൈവഭക്തി നമ്മളിൽ വരുന്നത് ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ്. और प्रभु की भक्ति वचन आने से होता है। ആ വചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ जब वो वचन अंदर में आएंगे, നാം തൃപ്തരായി മാറും. हम सब संतुष्ट हो जाएंगे। ഹല്ലേലൂയ. हालेलुया। ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നു? कितने लोग आज विश्वास, ദൈവം നിങ്ങളെ ഒരു തൃപ്തിയിലേക്ക് കൊണ്ടെത്തിക്കും. प्रभु आपको एक संतुष्टि की ओर ले जाएंगे। നിങ്ങൾക്ക് ദൈവം നന്മ തരാനിരിക്കുമ്പോൾ प्रभु जब आपको आशीष देने वाले हैं, വേണ്ടാന്ന് പറയരുത്. आप ये ना बोले कि नहीं चाहिए मुझे। നാം വേണ്ടാന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയാകും. अगर हम मना करेंगे नहीं मिलेगा। വേണം
വേണമെന്ന് പറയുമ്പോൾ जब हम बोलेंगे चाहिए അത് ദൈവം നമുക്ക് വേണ്ടി വെച്ചത് നാം അനുഭവിക്കും. और हम उसको अनुभव करेंगे. പലപ്പോഴും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മീറ്റിംഗ് വേണ്ടാന്ന് പറയരുത്. हम मीटिंग जो प्रभु दे रहे नहीं चाहिए बोलना ദൈവം नहीं है. തന്ന സമയമില്ലെന്ന് പറയരുത്. समय नहीं है करके नहीं बहाना बोलना. ദൈവം തന്ന ആരോഗ്യം ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടാനാണ്. आपकी सेहत प्रभु का राज्य के लिए इस्तेमाल होना है. ഇന്ന് പകൽ ദൈവം തന്നത് വേസ്റ്റ് ആക്കി കളയരുത്. ദൈവരാജ്യത്തിന് വേണ്ടി മാക്സിമം ഉപയോഗിക്കുന്നവരായി മാറണം. प्रभु दिया है उसको बेकार ना जाने. प्रभु का राज्य के लिए खर्चा करें. നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുക്കണം. आप सभी का निर्णय लेना. നിങ്ങൾ ഇതുവരെ മന്ത്ലി ദൈവരാജ്യത്തിന് എന്താ കൊടുത്തത് അത് കൂട്ടണം. जो प्रभु के राज्य के लिए अभी तक जो दिया उसको और बढ़ाकर देना है. നിങ്ങൾ കൂട്ടി നോക്കിക്കേ. आप बढ़ाकर देखिए एक बार. ഇപ്പോഴും പഴയ പടിയിലാ പോന്നെങ്കിൽ മാറ്റണം. अभी जो आप पहले जैसे चल रहे उसको बदलना है. ഞാൻ ഈ ആഴ്ച മുതൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം കഴിഞ്ഞ സൺഡേ വരെ ഇട്ടതിന്റെ ഇരട്ടി ഇടണമെന്ന് ഞാൻ ആഗ്രഹമെടുത്തു. मैंने निर्णय लिया पिछले रविवार तक प्रभु को जितना दिया उसका 2 गुना आज से നിങ്ങൾ देंगे. പഴയ പടി മാറ്റി ഒരു പുതിയ ദൈവിക മൈൻഡിലേക്ക് വരുമ്പോൾ അവിടെ ചില ചലനങ്ങൾ സംഭവിക്കും. पुराना बातें आदतें छोड़कर नया कुछ करने लगेगा. वहां पर कुछ होने लगेगा. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ദൈവിക കാര്യങ്ങളിൽ പുറകോട്ട് പിടിക്കരുത്. ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കണം. प्रभु का काम के लिए राज्य के लिए पीछे ना हटे. आप आगे बढ़ते जाएं. ഹല്ലേലൂയ. ഈ സഭ അനുഗ്രഹിക്കപ്പെടണം. ये कलीसिया आशीषित ഈ होना. സഭ അനുഗ്രഹിക്കപ്പെടണം. ये कलीसिया आशीषित होना. ഇവിടെയുള്ള ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണം. ये बच्चे लोग आशीषित होना है. ഹല്ലേലൂയ. Seek God, not sin. പാപത്തെ അല്ല ദൈവത്തെ നാം അന്വേഷിക്കുന്നവരായി തീരുക. परमेश्वर को खोजने वाला बनना है. ഇവിടെ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, इस्राएल से प्रभु कह रहा है നിങ്ങൾ ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരിക. प्रभु की रास्ता में लौट करके आए. ഒരു പ്രയർ ലൈഫിലേക്ക് മടങ്ങി വരിക. और एक प्रार्थना के अनुभव में आए. ഈ പ്രാർത്ഥന ഈ ആരാധന മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രയർ ലൈഫ് ദൈവം ബിൽഡ് ചെയ്യാൻ പോകുകയാണ്. आज की आराधना के बाद एक प्रार्थना का जीवन शैली प्रभु आपको देना चाहता है. എന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആത്മഭാരം ഉണ്ടാകും. और आत्मा की बोझ कब आएगा प्रार्थना के लिए? നമ്മുടെ ലൈഫിൽ വണ്ടിയോ പൈസയോ ഇല്ലെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് പോകത്തില്ല. മഴയാന്നേ പോകത്തില്ല. പക്ഷേ നമുക്കൊരു സിക്നസ് വന്നാൽ വണ്ടി വിളിക്കും, പൈസയുണ്ട്, അത് ടെൻഷനായി തോന്നത്തില്ല. ഇതിനെക്കാട്ടിലായിരിക്കണം ദൈവരാജ്യം എന്നുള്ളത്. സമയം കണ്ടെത്തി പണം കണ്ടെത്തി ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും വിതയ്ക്കുന്നവരും കൊടുക്കുന്നവരുമായി മാറണം. परमेश्वर के राज्य के लिए सेवकाई के लिए हम खुलकर देने वाला बन जाना है. हम कोई बहाना ना मारे और प्रभु के लिए हम इस्तेमाल हो जाए. ആമേൻ. പലരും ചിന്തിക്കുന്നു പൈസ ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് സാധുക്കൾക്ക് ഇവിടുത്തെ പൈസ കൊടുത്തിരിക്കുക. और मैंने देखा पिछले दिन में यहाँ की पैसा बहुत सारे जो जरूरतमंदों को दे दिया. ഇവിടുത്തെ പാസ്റ്റേഴ്സ് ഒന്നും എടുക്കുന്നില്ല. यहाँ की पासवान लोग नहीं लेते. അവർക്കുള്ള ഇച്ചിരി മാത്രം കിട്ടുന്നുണ്ട്. ബാക്കി മുഴുവൻ സാധുക്കളുടെ പ്രവർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന റിക്കാർഡാ ഞാൻ കണ്ടത്. मैंने रिकॉर्ड देखा है गरीबमंदों के लिए जरूरतमंदों के लिए पूरा खर्चा करते हैं. ഇവിടെ ഇരുന്ന ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി പൈസ അതും സാധുക്കൾക്ക് കൊടുക്കുക. जो वेडिंग एनिवर्सरी बर्थडे सब कुछ जो है गरीबों को देते हैं. പഠിപ്പിക്കാൻ പിള്ളേർക്ക് കൊടുക്കുന്നു. बच्चों की पढ़ाई के लिए देते हैं. വിധവമാരെ സഹായിക്കുന്നു. विधवाओं को देते हैं. ഇത് പലയിടത്തും ഇല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ऐसा कार्य कई जगह में नहीं होते हैं. നാം കൊടുക്കും തോറും ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. जितना आप ज्यादा देंगे प्रभु और आपको ज्यादा देते रहेंगे. ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക വർധനയിലേക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യട്ടെ. आत्मिक बढ़ोतरी की ओर एक नया कदम उठाए. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. आप आंखें बंद कर प्रार्थना करें. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारी स्वर्गीय पिता ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. प्रभु हम इनको आशीषित करते ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. प्रभु हम इसको आशीषित करते ഇപ്പോൾ ഇവരുടെ മേൽ ഒരു വലിയ അനുഗ്രഹം हैं. വരട്ടെ. इनके ऊपर एक आशीष आए. ഒരു ഭയങ്കര അനുഗ്രഹം, एक बहुत बड़ी ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് और एक ग्रेट ब्लेसिंग ഈ ജനത്തിൽ വന്നു ചേരട്ടെ. प्रभु इनके ऊपर उतर आए.
ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ, God's glory in you ऊपर आए, അങ്ങയുടെ മഹിമ ഇറങ്ങട്ടെ. आपकी महिमा उतरे. ഈ പ്രോഗ്രാം കാണുന്നവർ, अभी मैं देखता हूँ ഓ ഈ വചനം കേൾക്കുന്നവർ, और जो वचन सुन അവർ ശക്തിപ്പെടട്ടെ, ये सामर्थ्य हो जाए, ശക്തിപ്പെടട്ടെ, सामर्थ्य हो जाए, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. आशीषित हो जाए, ഈ മക്കളെ സൗഖ്യമാക്കണമേ. उनको चंगा करे, ഞങ്ങളുടെ സഭയിൽ രോഗികളെ സൗഖ്യമാക്കണമേ. बीमारों को चंगा करे, രാജായുടെ മേൽ വലിയ വിടുതൽ കൽപ്പിക്കപ്പെടണമേ. और भाई के ऊपर बहुत बड़ी चंगाई हो, ആശയുടെ മേൽ വലിയ വിടുതൽ കൽപ്പിക്കണമേ. आशा के ऊपर छुटकारा ഓ हो, ഷീജയുടെ മേൽ വലിയ വിടുതൽ കൽപ്പിക്കണമേ. शीजा के ऊपर विजय हो, ലിൻസിയുടെ മേൽ വലിയ വിടുതൽ കൽപ്പിക്കണമേ. एलसी के ऊपर छुटकारा हो, ഞങ്ങളുടെ സഭയിലെ ഓരോ വ്യക്തിയിലും ആ വിടുതലുകൾ ചെല്ലട്ടെ. हर एक व्यक्ति के ऊपर विजय हो, എല്ലാവരിലും ദീർഘായുസ്സുകൾ ഉണ്ടാകട്ടെ. सबको दीर्घायु दे, അവർ അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും കാണട്ടെ. वे अपने बच्चों को नाती पोतों को देखने पाए, ജനിക്കാൻ പോകുന്ന തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. जन्म लेने वाले बच्चों के लिए ഒരു धन्यवाद, ജനറേഷണൽ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. जनरेशन ब्रेक थ्रू होने पाए, അനാഥരെയും വിധവമാരെയും സഹായിക്കണമേ. गरीब और विधवाओं को मदद करे, ഞങ്ങളുടെ സഭയിൽ വിവാഹം പ്രായത്തിലെത്തിയ കുഞ്ഞുങ്ങൾക്ക് ഒരത്ഭുത വഴി ഈ ദിവസം തുറക്കണമേ. जवानों के लिए शादी की द्वार होने पाए, ഫിനാൻഷ്യൽ വേദനയിൽ പോകുന്നവരെ സഹായിക്കണമേ. आर्थिक तंगियों से गुजरने वालों को मदद करे, ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെ സഹായിക്കണമേ. हमारी सेवकों को मदद करे, ഞങ്ങളുടെ ബിസിനസ്സുകാരെ സഹായിക്കണമേ. हमारा बिजनेस लोगों को വിവിധ രാജ്യങ്ങളിൽ ജോലിയിലായിരിക്കുന്നവരെ സഹായിക്കണമേ. नए देश में नौकरी करने वालों को ഞങ്ങളുടെ യൂത്തിനെ അനുഗ്രഹിക്കണമേ. जवानों को आशीष करे, നടക്കാൻ പോകുന്ന യൂത്ത് കോൺഫറൻസ് ബ്ലെസ്സഡായി മാറണമേ. आने वाला समय का यूथ कॉन्फ्रेंस आशीष होने पाए, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. सबको आशीष करे, ആമേൻ. ദൈവ മഹത്വം ഇറങ്ങണമേ. प्रभु की महिमा उतरे, മെലേക് പ്രയർ ടവറിനെ അനുഗ്രഹിക്കണമേ. प्रेयर टावर को ഡിവൈൻ आशीष करे, ചർച്ചിനെ അനുഗ്രഹിക്കണമേ. चर्च को आशीष करे, വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന അങ്ങയുടെ മക്കളെ ബ്ലസ് ചെയ്യണമേ. कई राज्यों से आए हुए तेरे बच्चों को പാസ്റ്റർ ആരോനെ ബ്ലസ് ചെയ്യണം. पास्टर आरोन को आशीष करते हैं, ഇവിടെ വന്ന എല്ലാ ദൈവമക്കളെയും ബ്ലസ് ചെയ്യണം. सबको आशीष करते हैं, അനുഗ്രഹിക്കുന്നു. आशीष दे, നടക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ആ ആനിവേഴ്സറി വളരെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റണമേ. बच्चों की एनिवर्सरी को और सुंदर बनाए, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. हमारे बच्चे आशीषमय होने, യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से God bless you. प्रभु सबको आशीष करे. സജിയുടെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച. सजी पास्टर की बर्थडे था, നമുക്ക് എല്ലാവർക്കും കൂടെ കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. प्रभु का दास के लिए आप मिलकर प्रार्थना करने जा रहे हैं, ഒരു ലോങ് ലൈഫ് കൊടുക്കാൻ, प्रभु उनको एक लंबा आयु देने पाए, ഈ സഭയ്ക്കെന്നും इसका निश्चय ഒരു അനുഗ്രഹമായിരിക്കാൻ, एक आशीष की कारण होने पाए, അനേക ആത്മാക്കളെ നേടാൻ, कई आत्माओं को जीतने के लिए, ജീവിതത്തിൽ കടന്നുപോയ ഓരോ വേദനകളും സന്തോഷമുള്ളതാക്കി മാറ്റാൻ जीवन से गुजरा हुआ परिस्थिति आशीष की ഈ कारण മകനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. प्रार्थना करके आशीष, ലോങ് ലൈഫ് കൊടുക്കണമേ. लंबी आयु दे ഗുഡ് ഹെൽത്ത് കൊടുക്കണമേ. और अच्छा ഗുഡ് സ്പിരിച്വൽ സ്ട്രെങ്ത് കൊടുക്കണമേ. और ताकत दे, അനുഗ്രഹിക്കുന്നു. आशीष देते, കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. बच्चों को आशीष दे, അവർക്കെല്ലാം നല്ല ഭാവി കൊടുക്കണമേ. अच्छा भविष्य दे उनको, യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम से ഹാപ്പി ബർത്ത്ഡേ. Praise the Lord. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ബർത്ത്ഡേ വെഡിങ് ആവശ്യമുള്ള ആരെല്ലാം ഉണ്ടോ? Anybody those are having birthday or wedding anniversary this week or next week? Please, ആർക്കെങ്കിലും ബർത്ത്ഡേ ആനിവേഴ്സറി ഉള്ളവരുണ്ടോ? ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഈ ആഴ്ച ആരുമില്ലെന്ന് കരുതുന്നു. കർത്താവിൽ അവരെ അനുഗ്രഹിക്കട്ടെ. തക്ക സമയത്ത് നമ്മുടെ ഈ ശുശ്രൂഷ തുടങ്ങത്തക്കവണ്ണം വളരെ നന്നായി സമയം ക്രമീകരിച്ച കർത്താവിൻ്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് എല്ലാ മാനവും മഹത്വം ഇപ്പോൾ അർപ്പിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും കരമുയർത്തി പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കപ്പെട്ടാട്ട് shall we give all glory to the Lord. Hallelujah.
Especially we have to remember all the teachers and all the Sunday school students and their efforts for the glory of God and God's kingdom. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞൊരു വർഷം ഞങ്ങളുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽ ഇതിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവേ. പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവർ, അങ്ങയുടെ അഭിഷിക്തന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ഞങ്ങളുടെ പേരൻസിനെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്